സോഴ്സസ് ഓഫ് ന്യൂസ്, വാർത്തയുടെ ഉറവിടങ്ങൾ. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്. വാട്ട് ഈസ് മെന്റ് ബൈ സോഴ്സ് ഓഫ് ന്യൂസ്? എനിത്തിങ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ക്യാൻ ബി ടേംഡ് ആസ് സോഴ്സ് ഓഫ് ന്യൂസ്. വാർത്തയുടെ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണ്? വാർത്താ സ്രോതസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിവരം നൽകാൻ കഴിവുള്ള അല്ലെങ്കിൽ വിവരം നൽകുന്ന എന്തിനേയും നമുക്ക് വാർത്തയുടെ ഉറവിടം എന്ന് പറയാം. Based on the authenticity, the news sources are divided into three. They are primary source, secondary source and tertiary source. അതായത് ആധികാരികതയെ അടിസ്ഥാനമാക്കി വാർത്താ സ്രോതസ്സുകളെ മൂന്നായി തരംതിരിക്കാം. പ്രാഥമിക സ്രോതസ് അഥവാ പ്രാഥമിക ഉറവിടം, ദ്വിതീയ സ്രോതസ് അഥവാ ദ്വിതീയ ഉറവിടം, തൃതീയ സ്രോതസ് അഥവാ തൃതീയ ഉറവിടം. അങ്ങനെ നമുക്ക് വാർത്താ സ്രോതസ്സുകളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഇനി എന്താണ് ഇതിൻ്റെ എല്ലാം സവിശേഷത? എന്താണ് പ്രൈമറി സോഴ്സിൻ്റെ പ്രത്യേകത? സെക്കൻഡറി സോഴ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതിൽ നിന്നും ടേർഷ്യറി സോഴ്സ് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പ്രൈമറി സോഴ്സിൻ്റെ അഥവാ പ്രാഥമിക ഉറവിടം അഥവാ പ്രാഥമിക സ്രോതസ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഫസ്റ്റ് ഹാൻഡ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. വളരെ കൃത്യവും പ്രാഥമികവുമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്നവരാണ് പ്രൈമറി സോഴ്സ് അഥവാ പ്രാഥമിക ഉറവിടങ്ങൾ. It has direct involvement in the incident. സംഭവവുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് പ്രൈമറി സോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അഥവാ അതിലെ വിക്ടിംസ്, അതുപോലെ തന്നെ ദൃക്സാക്ഷികളും ആ സംഭവം നേരിട്ട് കണ്ടവരും പ്രൈമറി സ്രോതസ്സുകളാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഏറ്റവും വിശ്വാസയോഗ്യമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്നവരാണ് പ്രാഥമിക സ്രോതസ്സുകൾ. ഇനി സെക്കൻഡറി സോഴ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ. ദാറ്റ് മീൻസ് ദേ ടേക്ക് ഇൻഫർമേഷൻ ഫ്രം ദി പ്രൈമറി സോഴ്സ്. പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചവരാണ് ദ്വിതീയ ഉറവിടങ്ങൾ. നമ്മൾ ആക്സിഡൻറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അപകടം സംഭവിച്ചപ്പോൾ ആ സംഭവ സ്ഥലത്ത് നേരിട്ട് ഉള്ളവരല്ല സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. മറിച്ച് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയതും അതുപോലെ ദൃക്സാക്ഷികളോട് ചോദിച്ച് മനസ്സിലാക്കിയ വിവരങ്ങൾ മാത്രമേ ഇവർക്കുണ്ടാകൂ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഡിറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദി ഇൻസിഡൻറ്റ്. സംഭവവുമായി നേരിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് സെക്കൻഡറി സോഴ്സ്. ഹെൻസ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദം ആർ പാർഷ്യലി റിലയബിൾ. അതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന വിവരങ്ങൾ ഭാഗികമായി മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. കുറച്ചൊക്കെ ശരിയുണ്ടാവും, കുറച്ചൊക്കെ കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായിരിക്കും, കുറച്ചൊക്കെ വിട്ടുപോയിട്ടും ഉണ്ടാകാം. ദെൻ tertiary source. It provides third-hand information and may be incomplete. പ്രാഥമിക സ്രോതസ്സുകളിൽ നിന്നും ദ്വിതീയ ഉറവിടങ്ങളിൽ നിന്നും വിവരം ശേഖരിക്കുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായിരിക്കില്ല. It does not have direct involvement in the incident. സംഭവവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. The information provided by them are not reliable. The facts should be checked and cross-checked. ഇവർ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായിരിക്കില്ല, അവ്യക്തവുമായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാനും സാധിക്കില്ല. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമേ വിവരങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ. What are the general news sources? Some of the general news sources are reporters, correspondence, news conference, interviews, library, internet and so on. വാർത്തയുടെ പൊതുവായ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനം ആരിൽ നിന്നൊക്കെയാണ് വാർത്തകൾ ശേഖരിക്കുന്നത്, അഥവാ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വാർത്താ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? റിപ്പോർട്ടേഴ്സ്, കറസ്പോണ്ടൻസ്,
അതുപോലെ വാർത്താ സമ്മേളനങ്ങൾ, അഭിമുഖങ്ങൾ, ലൈബ്രറി, ഇന്റർനെറ്റ് തുടങ്ങിയവയൊക്കെ പൊതുവായ വാർത്താ സ്രോതസ്സുകളാണ്. ദെൻ ന്യൂസ് ഏജൻസീസ്, വാർത്താ ഏജൻസികൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ സ്രോതസ്സാണ്. These are organizations that gather, write and distribute news to newspapers, periodicals, radio, television channels and other subscribers. They do not publish news. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ തുടങ്ങി വ്യത്യസ്ത മാധ്യമങ്ങൾക്ക് വാർത്തകൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് വാർത്താ ഏജൻസികൾ. ഇവർ ഒരിക്കലും വാർത്തകൾ പ്രസിദ്ധീകരിക്കാറില്ല. ഇവയുടെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. Suppose this is a news agency. What they do is they appoint their reporters in different parts of the world and they gather news and send it to a central newsroom where the news from various sources are coordinated and send it to the subscribers. And the subscribers of news agencies are various media organizations, other government and non-government organizations. അതായത് ഒരു വാർത്താ ഏജൻസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു വാർത്താ ഏജൻസിക്ക് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ലേഖകർ കാണും. ഈ ലേഖകർ ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു കേന്ദ്ര വാർത്താ റൂമിൽ ഏകോപിപ്പിക്കുന്നു. ഇവരുടെ വരിക്കാരായ അഥവാ സബ്സ്ക്രൈബേഴ്സിന് വാർത്തകൾ അയച്ചു കൊടുക്കുന്നു. ഇവർ ഒരിക്കലും വാർത്തകൾ പ്രസിദ്ധീകരിക്കാറില്ല. And let's look at the major news agencies. What are the major news agencies of India? PTI. The PTI is the Press Trust of India, which was registered in 1947 and started functioning in the year 1949. And another major news agency of India is UNI, United News of India, which was set up in 1961. Hindustan Samachar, that was established in 1948, and Samachar Bharati, set up in the same year 1948. The oldest and biggest news agency in India is PTI, the Press Trust of India. ഇന്ത്യയുടെ ന്യൂസ് ഏജൻസികൾ അഥവാ വാർത്താ ഏജൻസികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂസ് ഏജൻസികളാണ് PTIയും UNIയും. PTI എന്നാൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. 1947 രജിസ്റ്റർ ചെയ്യുകയും 1949 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത വാർത്താ ഏജൻസിയാണ് PTI. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസിയാണ് UNI, യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ. 1961 ഇത് നിലവിൽ വന്നത്. ഹിന്ദുസ്ഥാൻ സമാചാർ 1948 സമാചാർ ഭാരതി 1948 അതേ വർഷം തന്നെ നിലവിൽ വന്നു. ഹിന്ദുസ്ഥാൻ സമാചാറും സമാചാർ ഭാരതിയും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. And let's have a look at the major international news agencies. AFP, Agence France Presse. This is the news agency of France. Reuters is the news agency of Britain. AP or Associated Press belongs to America, and United Press International is also functioning in the United States, and TASS is the news agency of Russia. Types of reporting. വ്യത്യസ്ത തരത്തിലുള്ള റിപ്പോർട്ടിംഗ്. ഇതിൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെന്റൽ റിപ്പോർട്ടിംഗ്, വികസനോന്മുഖ പത്രപ്രവർത്തനം. Development journalism aims at reporting developmental activities and needs of the country. ഒരു രാജ്യത്തിൻ്റെ വികസന ആവശ്യങ്ങളെ ചൂണ്ടിക്കാണിക്കാനും അതുപോലെ വികസന പദ്ധതികളെക്കുറിച്ചും ജനങ്ങൾക്ക് അറിവ് നൽകുക എന്നതാണ് വികസനോന്മുഖ പത്രപ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Journalists should report on the activities and projects carried out by the government for public good. ജനങ്ങൾക്ക് വേണ്ടി രാജ്യം കൈകൊണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക. They should encourage the citizens
to take part in the developmental activities carried out by the government. രാജ്യം നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ട ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. The core idea behind developmental journalism is to support national interest for economic and social development, national unity, stability and cultural integrity. സാമൂഹിക വികസനം, ദേശീയോദ്ഗ്രഥനം, സാംസ്കാരിക പുരോഗതി തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ രാജ്യത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുകയാണ് വികസന പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. It should focus on using the media creatively for promoting the concerns of the marginalized group of people. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ, that is the disadvantaged or the underprivileged group of people. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി മാധ്യമങ്ങളെ ഫലവത്തായി ഉപയോഗിക്കുക എന്നതും വികസനോന്മുഖ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. The journalist should reach out to the society and make an effective coverage of developmental issues. പത്രപ്രവർത്തകർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ വികസന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് സർക്കാരിനെ അറിയിക്കേണ്ടതും വികസനോന്മുഖ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അഥവാ അതിൽ ഉൾപ്പെടുന്നു. It should focus upon community-based media initiatives. പ്രാദേശിക സമുദായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മാധ്യമ പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വികസനത്തെ അടിസ്ഥാനമാക്കിയുള്ള അഥവാ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള പത്രപ്രവർത്തനത്തെയാണ് വികസനോന്മുഖ പത്രപ്രവർത്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then, what is scoop reporting? A scoop is an exclusive news report broken by a journalist or media organization. മറ്റ് മാധ്യമങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഒരു പ്രത്യേക മാധ്യമത്തിന് മാത്രമായിട്ട് ലഭിച്ചിട്ടുള്ള വാർത്തയാണ് സ്കൂപ്പ്. Scoops are gathered by the efforts of a single journalist or a group of journalists, and it will attract a great deal of attention for the newspaper and journalist. ഒരു പത്രപ്രവർത്തകനോ ഒരു കൂട്ടം പത്രപ്രവർത്തകരോ ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്കൂപ്പുകൾ മാധ്യമങ്ങളെയും അതുപോലെ മാധ്യമപ്രവർത്തകരെയും പ്രശസ്തമാക്കാൻ പ്രാപ്തമാണ്. സ്കൂപ്സ് ആർ യൂഷ്വലി സ്റ്റോറീസ് അബൌട്ട് ക്രൈം, corruptions, scandals that have great impact on the readers. സ്കൂപ്പുകൾ പലതരത്തിലുണ്ട്. ആളുകളെ ഏറെ സ്വാധീനിക്കാൻ കഴിയുന്ന അഴിമതി കഥകളും കുറ്റകൃത്യങ്ങളും രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും പുറത്തറിഞ്ഞാൽ വിവാദമായേക്കാവുന്ന വാർത്തകളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മേജർ ബ്രേക്കിംഗ് ന്യൂസ് ഈസ് ഓഫൻ കൺസിഡേർഡ് ആസ് സ്കൂപ്പ്. ബ്രേക്കിംഗ് ന്യൂസുകളും സ്കൂപ്പുകളായി കണക്കാക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കരിങ്കൽ ക്വാറിയിലുണ്ടായ വൻ സ്ഫോടനം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ചാനൽ അതൊരു സ്കൂപ്പായി കണക്കാക്കുന്നു.